ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാനത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് രാവിലെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. കോഴിമുട്ട പുഴുങ്ങാൻ വെക്കുക കേട്ടോ. അപ്പം നെട്ടിൽ ചെമ്പിലാണ് വെക്കുന്നത്. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ തട്ട് വെച്ചിങ്ങാണ്ട് കോഴിമുട്ടാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണ്. വെള്ളത്തിലിട്ടിട്ടും പുഴുങ്ങിയെടുക്കുക, അതുപോലെ ആവിക്കും പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഞാൻ പുട്ടുംകുറ്റി വെച്ചിട്ടൊക്കെ അതുപോലെ പുഴുങ്ങിയെടുക്കലുണ്ട് കേട്ടോ. എളുപ്പമാവും ചെയ്യും. അപ്പോൾ അത് പുഴുങ്ങാൻ വെച്ചിങ്ങാണ്ട് ഇനി ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആട്ടപ്പൊടി എടുത്തുകൊണ്ട് പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ബൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം നല്ല തിളക്കൊന്നും വേണ്ട, അത്യാവശ്യം ഒന്നും ഇങ്ങോട്ട് കാഞ്ഞാൽ മതി. ഒന്ന് എടുത്തുകൊണ്ട് വേണം അത് കുഴച്ചെടുക്കാൻ. അപ്പോൾ പാക്കറ്റ് ആട്ടപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. വേറെ അധികം റവ ഒന്നും ചേർക്കില്ല കേട്ടോ. റവ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെ മൈദയൊക്കെ ചേർത്തിട്ടൊക്കെ ബൂരി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ വെറും ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. പൊടി നമ്മൾ എല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ കിട്ടിയിട്ടുണ്ട് ആട്ടപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളൊരു പെട്ടെന്ന് ഇങ്ങനെ കേട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് വെച്ചു. അപ്പോൾ അതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ നിങ്ങളുടെ എടുത്ത് വെച്ചിങ്ങാണ്ടാണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. വരച്ച് നോക്കുമ്പോൾ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ടെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഈ ചുടുവെള്ളം ഒഴിച്ചിങ്ങാണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലാണ്ട് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിലിട്ടത്. അല്ലാതെ തന്നെ ഈ പൊടിയിലിട്ടാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ പൊടിയിൽ പിന്നെ ഓയിലൊന്നും ചേർത്തിട്ടില്ല, വെള്ളം ഉപ്പ് മാത്രം കേട്ടോ. അപ്പോൾ അതാ നല്ല കൂടുതലായിട്ട് കണ്ട് കുഴച്ചും കണ്ട് എടുക്കുകയൊന്നും വേണ്ട. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കണ്ട് സോഫ്റ്റ് ആക്കി കുഴക്കില്ല, അങ്ങനെയൊന്നും കുഴക്കണ്ട. ഏകദേശം എല്ലാതും ഒന്ന് ഉരുളായിട്ട് ഒന്നും കണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ കുഴച്ചിങ്ങാണ് ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള കറി ആദ്യം കണ്ട് റെഡിയാക്കിയിട്ട്, അപ്പോൾ റോസ്റ്റാണ്, മുട്ട റോസ്റ്റാണ്. അപ്പോൾ കോഴിമുട്ടൊക്കെ ആയിട്ട് ഞാൻ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം പിന്നെ പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങണ സമയത്ത് ഉപ്പിട്ടിട്ടൊക്കെ പുഴുങ്ങും ചിലവർ, അല്ലെങ്കിൽ എന്താ പറയുക ഉള്ളിൻ്റെ തോലൊക്കെ ഇട്ട് പുഴുങ്ങും പെട്ടെന്ന് കിട്ടാൻ. അങ്ങനെ പുഴുങ്ങിയാലും എളുപ്പം കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ആവിക്ക് പുഴുങ്ങിയാൽ നല്ല ഉഷാറായിട്ട് തന്നെ തോല് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു തോല് പോലും അതിമൂട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ഈ ചട്ടിക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയുള്ളി. എനിക്ക് 2-3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നാണ്ട് തന്നെ വെച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ആദ്യം കിട്ടാനും ഇട്ടില്ലെങ്കിലൊക്കെ സവാള വയന്ന് കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കും ചിലവർ, എളുപ്പം വയലാനെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ അതൊന്ന് കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളിയാണ് കേട്ടോ, വലിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റോസ്റ്റ് പല രൂപത്തിൽ തന്നെയാണ് ഉണ്ടാക്കൽ. ചിലപ്പം ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് അരച്ചെടുത്തുങ്ങാണ്ട് പിന്നെയും ആവശ്യം ഉണ്ടാവുമല്ലോ വിചാരിച്ച് കുറച്ചൊന്ന് അരച്ച് വെച്ചിട്ട് അങ്ങനെ അപ്പൊക്കെ ഇപ്പോൾ ഉള്ളത് ഒന്നും കൂടി ചതച്ചെടുക്കല, കൂടുതൽ അങ്ങനെ അരച്ച് വെക്കലൊന്നുമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിട്ടൊരു വേറൊരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെ ഉണ്ട് അരച്ച് വെക്കലില്ല. അങ്ങനെ കുറച്ചും കൂടി ചതച്ചെടുക്കും അപ്പോഴത്തെ ആവശ്യത്തിന്. തൊലിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പം എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ മൂടിയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിലും ഇതുപോലെ ഉള്ളിയൊന്നും വഴറ്റാതെ പെട്ടെന്ന് ഉണ്ടാക്കണ മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. കുക്കറിലാകുമ്പോൾ ഉള്ളി ഒന്ന് ഇട്ടുകാണ്ട് അതിക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട് ഒരൊറ്റ വിസിലാണ്ട് അടുപ്പിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ടും എടുക്കുക. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇല്ല പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അരച്ചത് കുറച്ച് നന്നായിട്ട് അരഞ്ഞിങ്ങനല്ല, ഇനി അങ്ങോട്ട് ഒന്നുകൊണ്ട് ചതച്ചിട്ട് എടുക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്താണ്. പിന്നെ ഇതിലേക്കുള്ള പൊടികളോ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം എന്നില്ല, അതിന് പകരമായിട്ട് ഗരം മസാല വരുന്നുള്ള അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ആ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണയിലാകുമ്പോഴാണ് ഈ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തുകൊണ്ട് ഒന്നും കണ്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ തീരെ വെള്ളം ഇല്ലാതിരിക്കുമ്പോഴും ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ ഒരു കുറച്ച് മാത്രമായിട്ട് ഒഴിച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പൊടികളൊക്കെ ഒന്നും ഇങ്ങോട്ട് ലൂസാക്കി എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർ ഇതിലപ്പുറമായിട്ട് നന്നായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് നമ്മളൊന്ന് വീഡിയോ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നല്ല ഉഷാറായി. പിന്നെ ഇനി നമ്മൾ കോഴിമുട്ട ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോഴിമുട്ട ഞാൻ ഇതിലേക്ക് ഇടാതാണ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എരിവ് ഉണ്ടാവുമല്ലോ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി എരിവ് പറ്റൂല്ലെങ്കിൽ മോൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കോഴിമുട്ട ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കണ്ടൊരു തിള വരണ പോലെ ഉണ്ടാവണം. അപ്പോൾ കോഴിമുട്ടക്കൊക്കെ നന്നായിട്ട് പൊടിക്കാൻ വേണ്ടി ഞാൻ മുറിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശത ഒരു കൈപിടിയോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇടില്ല. അപ്പോൾ ഇത് ഇടുന്നത് നല്ലതാണ് കേട്ടോ, ഈ മല്ലിയിലൊക്കെ നമുക്ക് കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെവർക്കൊക്കെ ഒഴിവാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇനി ഇതാ ബൂരി ഇന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ അല്ലേ. അപ്പോൾ രാവിലത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് തന്നെയാണ്. രാവിലെ ചിലപ്പോൾ എല്ലാവർക്കും എളുപ്പം ആവശ്യം ഉണ്ടാവും ചായയും കടി കിട്ടുക. ചിലപ്പം കുറച്ച് നേരം വൈകിയാലും കുഴപ്പമുണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് മോനക്ക് എളുപ്പം വേണമെന്ന് പറഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ച് കൂടുതലാക്കി വെച്ചിരുന്നു. അപ്പോൾ നല്ല ചൂടായിരുന്നിട്ട് അപ്പോൾ എണ്ണ നല്ല ചൂടായപ്പോൾ പെട്ടെന്ന് തന്നെ ബൂരിൻ്റെ കളറൊന്നും മാറിയിട്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ കുറച്ചും കൂടി പിന്നെ ഒഴിച്ചെടുത്തു. പിന്നെ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലോ പിന്നെ ബാക്കിയുള്ള ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ പൊരിച്ചതിന് ബാക്കി ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കുന്നത് ഇത്ര നല്ലതല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അതേപോലെ അമർത്തലും പൊരിക്കലും കൂടിയാണ് ഞാൻ ചെയ്യലിട്ടോ ബൂരി ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഒക്കെ അമർത്തി വെച്ചിങ്ങാണ്ട് പൊരിച്ചെടുക്കുക, അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഞാനിതുപോലെ കണ്ട് അമർത്തുക പൊരിക്കുക, അങ്ങനെ ആകുമ്പോൾ എളുപ്പം അങ്ങനെ ഉണ്ട് ചെയ്യും കേട്ടോ. പിന്നെ ഒന്ന് അമർത്തി നിന്ന് പിന്നെ ഒന്ന് പൊരിക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതുപോലെ അത് ചെയ്തെടുക്കും. വേണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വരണുണ്ട്. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറും ആട്ടപ്പൊടി ഉപ്പും വെള്ളം മാത്രമേ ഉള്ളൂ ഇട്ടത്. അപ്പോൾ ഇതാ അതുപോലെ ഒക്കെ ഇങ്ങനെ ഉണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല തിരക്കാട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടായിരുന്നു അടുക്കളയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് കറി ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് പൊരിച്ചിട്ട് ആയിട്ട് വേണം എനിക്ക് ചായ കൊടുക്കാനെന്ന് വിചാരിച്ചിട്ട് എളുപ്പം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പിന്നെ ചോറ് എനിക്കിന്ന് കൊണ്ടുപോകണില്ല. അപ്പോൾ പിന്നെ ചോറിന് ധൃതിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ചോറ് എങ്ങനെ ആയാലും നമുക്ക് എളുപ്പം വെക്കണമല്ലോ, നമ്മളുള്ള പണികളൊക്കെ എളുപ്പം തീർക്കണമല്ലോ. അപ്പോൾ എൻ്റെ മോളൊന്ന് അംഗനവാടിക്ക് കൊണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ഒക്കെ റെഡി ആയാലേ പിന്നെ ഓളത് ഒരുക്കാൻ നിൽക്കാനുള്ളൂ. ഓള് നീച്ചിട്ടൊന്നുമില്ല. അവൾ നീച്ച് വന്നാൽ പിന്നെ ഓളൊപ്പം നിന്നിട്ട് ഇങ്ങനെ നേരം പോണത് അറിയില്ല. ഓള് പല്ലച്ച് കൊടുക്കലും ബാത്റൂമിൽ പോകലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് ഒരുപാട് നേരമാവും. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മുന്നായിട്ട് തന്നെ ചോറക്കലും ചിലപ്പോൾ കറി ഉണ്ടാക്കലൊക്കെ തീർക്കൂട്ടോ, അവളെ കൊണ്ടാക്കണതിന് മുമ്പ് തന്നെ. അപ്പോൾ കൊണ്ടാക്കി വരുമ്പോഴത്തേന് പിന്നെ ഒരുപാട് നേരമാവും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചായയൊക്കെ വെച്ചിങ്ങാണ്ട് ചായയിൽ തിളച്ചപ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചായ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ബൂരിക്ക് എന്ത് കറിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബൂരി ആകുമ്പോൾ ഇഷ്ടമാണ്. ചപ്പാത്തി ആകുമ്പോൾ പിന്നെ അതിക്ക് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയുണ്ട് പറ്റും. അതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ചപ്പാത്തി ആവുന്ന സമയത്ത് തന്നെ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെയാണ് മുട്ടക്കറി ഉണ്ടാക്കല്. അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അത് രാവിലത്തെ ഭയങ്കര തന്നെയാണ്. രാവിലെ ഭയങ്കര തിരക്കാണ് ഈ കര. ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെക്കാട്ടിയാണ് ഈ കരട്ടോ. ചോറ് വൈക്കുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കാൻ നിൽക്കും. അങ്ങനെ ചായ കടീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിങ്ങനെ. അപ്പം ഞാനിതാ ചോറിനൊക്കെ വെള്ളം വെക്കുകയാണ്. പിന്നെ എളുപ്പം ധൃതിയിൽ നോക്കുന്നത് തന്നെ മോള് റെഡിയാക്കുമ്പോഴത്തേന് ചോറും കറിയൊക്കെ ഉണ്ട് റെഡിയാക്കി വെക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ അവളെ കൊണ്ടാക്കി വരുമ്പോഴത്തേന് ഒരുപാട് നേരമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് എളുപ്പം നോക്കലാണ്. അപ്പോൾ തീയൊക്കെ നന്നായി കത്തിച്ച് കൊടുത്തുങ്ങാണ്ട് തീക്ക് പെട്ടെന്ന് തന്നെ അരിയൊക്കെ തീമട്ട് കൊടുക്കണം. പിന്നെ നേരത്തെ കറി ഉണ്ട്. പിന്നെ കുറച്ച് സാമ്പാറാട്ടം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫോണാണെങ്കിൽ ചാർജൊക്കെ കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഓളെ കൊണ്ടാക്കി വന്നപ്പോൾ പിന്നെ ഒരുപാട് നേരമായപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ വെള്ളമൊക്കെ വെച്ചിങ്ങാണ്ട് നന്നായിട്ട് കത്തിച്ചെടുത്തുങ്ങാണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഒന്ന് തീമിട്ട് കൊടുക്കണം. അപ്പോൾ റേഷൻ കടയത്തെ അരിയാണ് ഇട്ടൊന്ന് ഇടുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ചുടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് നന്നായിട്ട് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ റേഷൻ കടയത്തെ അരി ആകുമ്പോൾ ഏത് അരിയാണെങ്കിലും അവൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് റേഷൻ കടയത്തെ അരി ആകുമ്പോൾ അവന് ചെയ്യണം. അങ്ങനെ അരിയൊക്കെ തീമിട്ടുകാണ്ട് നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ കറി ഇന്നലത്തെ കറി കേട്ടോ, മത്തി മുളകിട്ട് കുറച്ചുണ്ട്. പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവളെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ പരിപ്പ് കുക്കറിലിട്ട് കണ്ടേക്ക് പഴവും അതൊന്നും ഉണ്ടായിരുന്നു കുറച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ട് ചെറിയൊരു സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഫോണിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോൾ അംഗനവാടി കൊണ്ടാക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാൻ തരാം എല്ലാ കൂട്ടുകാർക്കും. അസ്സലാമു അലൈക്കും.